രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി ബുധനാഴ്ച വൈകുന്നേരം അവസാനിക്കാനിരിക്കെ പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുകയാണ്. എന്നാൽ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഒരു പുതിയ കരുനീക്കം നടത്തിയിരിക്കുകയാണ്. അത്യാധുനിക ആയുധങ്ങളോ മിസൈലുകളോ അല്ല, മറിച്ച് നേരിട്ടുള്ള ചർച്ചയുടെ നയതന്ത്രമാണ് ട്രംപ് ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ഇറാൻ നേതാക്കളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ താൻ തയ്യാറാണെന്ന ട്രംപിന്റെ വെളിപ്പെടുത്തൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഇത് സമാധാനത്തിനുള്ള അവസാന കൈത്താങ്ങാണോ അതോ വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന് മുന്നോടിയായുള്ള നാടകമാണോ? ലോകം ആകാംക്ഷയോടെയും ആശങ്കയോടെയും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അവരെ കാണുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന ട്രംപിന്റെ വാക്കുകൾ ഇറാന്റെ ധിക്കാരത്തിന് നൽകുന്ന കൃത്യമായ മറുപടി കൂടിയാണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുന്ന പുതിയ ചർച്ചകൾക്ക് പ്രതിനിധി സംഘത്തെ അയക്കില്ലെന്ന് ഇറാൻ വാശി പിടിക്കുമ്പോഴാണ് ട്രംപിന്റെ ഈ നിർണായക വാഗ്ദാനം. ചർച്ചകൾ ബഹിഷ്കരിക്കുമെന്ന ഇറാന്റെ ഭീഷണിയെ പുച്ഛിച്ചു തള്ളിയ ട്രംപ് അവർക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ താൻ തയ്യാറാണെന്നും തന്റെ പക്കൽ അത്യന്തം കഴിവുള്ള ആളുകളുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. ഈ ഘട്ടത്തിൽ ആരും കളിക്കാനല്ല വന്നിരിക്കുന്നതെന്ന ട്രംപിന്റെ താക്കീത് വൈറ്റ് ഹൌസിന്റെ കർശന നിലപാട് കൂടിയാണ് വ്യക്തമാക്കുന്നത്. ബുധനാഴ്ച വൈകുന്നേരം വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ സമയം ഒട്ടും കളയാതെ തന്നെ ട്രംപ് തന്റെ വിശ്വസ്തരായ ചർച്ചാ സംഘത്തെ പാകിസ്ഥാനിലേക്ക് അയച്ചു കഴിഞ്ഞു. വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ബുധനാഴ്ച പാകിസ്ഥാനിലെത്തുക. ഇസ്ലാമാബാദിനെ സാക്ഷിയാക്കി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ അവസാനവട്ട പോരാട്ടം നടക്കുമ്പോൾ ട്രംപിന്റെ വാക്കുകളിൽ വലിയൊരു മുന്നറിയിപ്പ് കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. വെടിനിർത്തൽ നീട്ടാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതായത് കൃത്യസമയത്ത് ഒരു കരാറിലെത്തിയില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് അർത്ഥം. എല്ലാ ചർച്ചകളുടെയും കേന്ദ്രബിന്ദു ഇറാന്റെ ആണവമോഹങ്ങൾ തന്നെയാണ്. ട്രംപിന് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അവരുടെ ആണവായുധങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിക്കുക, അതെല്ലാം വളരെ ലളിതമാണ്. ആണവായുധം ഉണ്ടാക്കരുത്. ട്രംപിന്റെ ഈ ആവശ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി കൂടിയാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാൻ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും, അത് മനോഹരമായിരിക്കില്ല എന്നതായിരുന്നു ട്രംപിന്റെ നിഗൂഢമായ മറുപടി. ഇത് ഇറാന്റെ മണ്ണിൽ സംഭവിക്കാൻ പോകുന്ന വൻ വിനാശത്തിന്റെ സൂചനയാണോ എന്നും ലോകം ഭയപ്പെടുന്നുണ്ട്. അതേസമയം അമേരിക്ക അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണെന്നും ചർച്ചകൾക്കിടെ നിലപാടുകൾ മാറ്റുകയാണെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ വഴി എവിടെയോ നഷ്ടപ്പെടുകയാണ്. തങ്ങളെ കാണാൻ എനിക്ക് പ്രശ്നമില്ലെന്ന് ട്രംപ് പറയുമ്പോഴും അമേരിക്കയുടെ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളോട് പൊരുത്തപ്പെടാൻ ഇറാൻ ഒരിക്കലും തയ്യാറല്ല. പാകിസ്ഥാൻ മധ്യസ്ഥ വഹിക്കുന്ന ഈ സന്ധി സംഭാഷണങ്ങൾ വിജയിക്കുമോ അതോ തോക്കുകൾ വീണ്ടും ഗർജിക്കുമോ എന്നതാണ് വരും മണിക്കൂറുകളിലെ പ്രധാന ആശങ്ക. നയതന്ത്രത്തിന്റെ ലോകത്ത് ട്രംപ് എന്ന ഡീൽ മേക്കർ ഒരിക്കൽ കൂടി തന്റെ കരുത്ത് തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. നേരിട്ടുള്ള ചർച്ചയ്ക്ക് വാഗ്ദാനം നൽകുന്നതിലൂടെ പന്ത് ഇറാന്റെ കോർട്ടിലേക്ക് അദ്ദേഹം തള്ളിയിട്ടിരിക്കുന്നു. ബുധനാഴ്ച വൈകുന്നേരത്തോടെ ലോകത്തിന് സമാധാനത്തിന്റെ വാർത്തയോ അതോ പുതിയൊരു മഹാദുരന്തത്തിന്റെ കാഹളമാണോ കേൾക്കേണ്ടി വരിക എന്ന് വ്യക്തമാവും. ഇറാൻ തങ്ങളുടെ ആണവമോഹങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുമോ അതോ ട്രംപിന്റെ ആ മനോഹരമല്ലാത്ത പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങുമോ? കാത്തിരുന്നു കാണാം.